ഹായ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമുക്കൊന്ന് 3 മുട്ടയും 3 ബ്രെഡും കൊണ്ട് ഒരു നോയമ്പ് കുറിക്കാനുള്ള ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാം, ചായക്ക് കടി. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്ന 3 ബ്രെഡ് അതിൻ്റെ അരിവൊന്നും കളയാതെ മിക്സിയിൽ ഒന്ന് തിരിച്ച് കറക്കി അതിനെ മാറ്റി വെച്ച് 3 മുട്ടയെ അവിച്ചിട്ട് അതിനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് കുനുകുന അരിഞ്ഞത്, 3 കഷ്ണം വെളുത്തുള്ളി, ഒരു ശകലം ഇഞ്ചി, അതും കുനുകുന അരിഞ്ഞ് രണ്ടും കൂടെ ഇടാവും. അതും ഇട്ട് ഈ വലിയ സവാളയാണ്, 2 സവാള ചേർന്നിരിക്കുന്ന വലിയൊരു സവാള കുനുകുന അരിഞ്ഞ് അതിനെയും ചേർത്ത് അത് മാറ്റി വെച്ചിട്ട് അടിച്ച ബ്രെഡിൽ പൊടിച്ച് നമ്മളെടുത്ത ബ്രെഡിൽ മല്ലിയില കുനുകുന അരിഞ്ഞ് അത് പിരവി അതിനെ മാറ്റി വെച്ച്, എന്നിട്ട് മറ്റേ കൂട്ടിൽ മുട്ട ഗ്രേറ്റ് ചെയ്തെടുത്ത കൂട്ടിൽ 1 ടീസ്പൂൺ കടലമാവിന് അതും ചേർത്ത് 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ച്, വെള്ളം കൂടിപ്പോവരുത്, വെള്ളം കൂടിപ്പോയാൽ വെള്ളം കൊണ്ട് ഇതായി പോവും. വെള്ളം പരുവത്തിനായാലേ പിടിച്ചാൽ നമ്മളെ കയ്യിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിനെ ഉരുട്ടി മാറ്റി വെച്ചിട്ട് 2 മുട്ട എടുത്ത് നല്ലതുപോലെ അടിച്ച് യോജിപ്പിച്ചിട്ട് അതും മാറ്റി വെച്ചിട്ട് നമുക്ക് പൊരിക്കാൻ ആവശ്യമായ ഒരു പാത്രം അടുപ്പിൽ വെച്ച് തീ കത്തിച്ച് അതിൽ എണ്ണ ഒഴിച്ച്, എണ്ണ നല്ല ഇതുപോലെ ചൂടാവണം. തീ കൂട്ടി വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ എണ്ണ ചൂടാവുമ്പോൾ ഇതിനെ മുട്ടയിൽ മുക്കി ബ്രെഡിലിട്ട് പുരട്ടി അത് ഈ എണ്ണയിലെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇട്ട ഉടനെ എണ്ണ നല്ല ചൂടായതാണ്, ഓരോന്ന് കൂടെ മറിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് മറിച്ചും തിരിച്ചും ഇട്ട് വേവിച്ചെടുത്താൽ നോമ്പ് തുറയ്ക്ക് നല്ല ചായക്കൊരു കടി സൂപ്പർ കട്ട്ലറ്റായി. അപ്പം ഞങ്ങളുടെ നോമ്പ് തുറ ഇതൊക്കെയാണ്: തണ്ണിമത്തൻ, ടാങ്ക് കലക്കിയത്, ഈത്തപ്പഴം, ഫ്രൂട്ട്സ്, മുസമ്പിയും ആപ്പിളും, ചായക്ക് കടി ഈ കട്ട്ലറ്റും. അപ്പം നിങ്ങളെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന്